രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ. ദീപ ജോസഫിന്റെ ഹർജിയിൽ അതിജീവിത തടസ്സ ഹർജി ഫയൽ ചെയ്തു. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയാണ് ദീപ ജോസഫ്. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. എന്താണ് അതിജീവിത എന്ത് കാര്യം പറഞ്ഞാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്? വിശദാംശങ്ങൾ കേസിന്റെ എന്തൊക്കെയാണ് ബാലഗോപാൽ? മോദി, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ നേരത്തെ ഈ സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പരാതി പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദീപ ജോസഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് ഇടയിലാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ആ റിട്ട് ഹർജിയുടെ കണ്ടന്റ് എന്താണ് എന്ന്, ഉള്ളടക്കം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെയും കൃത്യമായ ഒരു വിവരമില്ല. ഇതിനിടയിലാണ് ഇന്ന് രാവിലെ അതിജീവിത സുപ്രീം കോടതിയിൽ ഈ തടസ്സ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ തടസ്സ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദീപ ജോസഫിന്റെ ഹർജിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ അത് തന്റെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ അങ്ങനെ ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്നാണ് ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ ഈ റിട്ട് ഹർജിയിലൊക്കെ തടസ്സ ഹർജി നൽകുക എന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. കാരണം റിട്ട് ഹർജിയുടെ ഉള്ളടക്കം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചില്ല. സ്വാഭാവികമായും കേസ് റദ്ദാക്കാനാകാം ഒരുപക്ഷെ ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന അനുമാനത്തിലാകാം ഇപ്പോൾ ഈ തടസ്സ ഹർജിയുമായി അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ, അതായത് സന്ദീപ് വാര്യറും രാഹുൽ ഈശ്വറും ഉൾപ്പെടെ ഉള്ളവർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിലും തന്റെ വാദം കൂടി കേട്ടതിന് ശേഷമേ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്നതാണ് ഈ തടസ്സ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അഭിഭാഷകനായ KR സുഭാഷ് ചന്ദ്ര മുഖേനയാണ് അതിജീവിത ഈ തടസ്സ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. മോത്തി.